ഇന്ന് മീഡിയ മലയാളത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു പ്രമുഖ അഭിഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ പേര് അനിൽ വിളയിൽ. അദ്ദേഹം മാവേലിക്കര കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അദ്ദേഹം വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി കൂടിയാണ്. നമസ്കാരം ശ്രീ അനിൽ വിളയിൽ. ഞാൻ അങ്ങയോട് നേരെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. പാലക്കാട് നല്ലേപ്പള്ളിയിൽ ഒരു സ്കൂളിൽ കരോൾ ഗാനം പാടിയതിൽ അവിടുത്തെ കുട്ടികൾക്കും അധ്യാപകർക്കും എതിരെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ചില പ്രവർത്തകർ എതിർപ്പുമായിട്ട് രംഗത്ത് വരികയും അവർ വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി അവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഒരു ഔദ്യോഗിക ഭാരവാഹി എന്ന നിലയ്ക്ക് അങ്ങേക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? അവരുടെ ഭാഗത്ത് തെറ്റുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ വിശ്വഹിന്ദു പരിഷത്ത് അപലപിക്കുന്നുണ്ടോ? എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? വിശ്വഹിന്ദു പരിഷത്തിന്റെ കൃത്യമായ ഒരു അജണ്ട എന്ന് പറയുന്നത് സർവമത സാഹോദര്യം തന്നെയാണ്. പക്ഷേ ലോകമെമ്പാടുമുള്ള ഹൈന്ദവ സമാജത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യമാണ് വിശ്വഹിന്ദു പരിഷത്ത് പ്രധാനമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒന്ന്. പാലക്കാട് താങ്കളുടെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ പാലക്കാട് നടന്നിട്ടുള്ള സംഭവം വളരെ ഒറ്റപ്പെട്ടൊരു സംഭവമാണ്. 2-3 ചെറുപ്പക്കാരുടെ ഭാഗത്ത് ഒരു വളരെ ചെറിയ തമാശ കലർന്നൊരു ചോദ്യമാണ് ഇത്ര വലിയ വിവാദത്തിലേക്ക് സാഹചര്യം ഉണ്ടാക്കിയത്. ഈ സ്കൂളില് ഈ ക്രിസ്മസിന്റെ ഈ സംഭവം ഉണ്ടായ ദിവസം അവിടുത്തെ അധ്യാപികമാരും അധ്യാപകരും എല്ലാം കൂടെ ചേർന്ന് കുട്ടികളെ ഇങ്ങനെ ക്രിസ്മസ് കരോളിന്റെ വേഷമൊക്കെ അണിയിച്ച് സ്കൂൾ കോമ്പൗണ്ടിന്റെ പുറത്തേക്ക് ഇറക്കി അവരെ സമീപ പ്രദേശത്തുള്ള വീടുകളിലും കടകളിലും ഒക്കെ കയറുന്നേ കണ്ടുകൊണ്ട് നിന്നിരുന്ന ഞങ്ങളുടെ ചില പ്രവർത്തകര് തമാശ രൂപത്തിൽ ആ അധ്യാപകരോട് ചോദിച്ചു, ഇപ്രകാരം അടുത്ത വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തിക്കും നബിദിനത്തിനുമൊക്കെ കുട്ടികളെ പുറത്തിറക്കി ഇതേപോലുള്ള വസ്ത്രധാരണമൊക്കെ ചെയ്ത് ഇവരെ ഇങ്ങനെ പുറത്തിറക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യമാണ് ഈ സാധുക്കളായിട്ടുള്ള പ്രവർത്തകർ ഇന്ന് ജാമ്യമില്ലാതെ ജയിലിൽ കിടക്കാൻ ഇടയായ സാഹചര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബാലാവകാശ കമ്മീഷനും ഒക്കെ പലതവണയും കൃത്യമായ രീതിയിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുട്ടികളെ വെയിലത്തിറക്കരുത്, കുട്ടികളെ സ്കൂൾ കോമ്പൗണ്ടിന്റെ പുറത്ത് മതപരമായ ചടങ്ങുകൾക്കോ അല്ലെങ്കിൽ മന്ത്രിമാരെ സ്വീകരിക്കാനോ ഇറക്കരുതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അവിടെ കൂടി നിന്നിരുന്ന ഞങ്ങളുടെ 2-3 പ്രവർത്തകർ ഇപ്രകാരം വളരെ സ്വാഭാവികമായ രീതിയിൽ ഒരു തമാശ കലർന്ന രീതിയിലാണ് ഈ ചോദ്യം ആ അധ്യാപകരോട് ചോദിച്ചത്. അതിനുശേഷം ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധ്യാപക സംഘടനയും സമീപ പ്രദേശത്തുള്ള ചില കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് നേതാക്കന്മാരും ഒക്കെ തന്നെ ഇതിനെ അങ്ങ് പർവ്വതീകരിക്കുകയും ഇത് ഏതാണ്ട് വലിയൊരു പ്രശ്നമാക്കി യൂത്ത് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരും ഒക്കെ അതിന്റെ പിറകിലുണ്ട്. അടുത്ത സമയത്ത് BJP വിട്ടുപോയൊരു പ്രമുഖ നേതാവും ഒക്കെ അതിന്റെ പിറകിലുണ്ട്. ഇതിനെ അങ്ങ് പർവ്വതീകരിച്ചുകൊണ്ട് ഇതേതോ ഒരു വലിയ പ്രശ്നമാണ്, ബജ്റംഗ് ദൾ, വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകരൊക്കെ തന്നെ ഈ ക്രൈസ്തവ മതവുമായി ബന്ധപ്പെട്ട ആചാരത്തിനെ തടയുന്നു, ക്രിസ്ത്യാനികളെ തടയുന്നു, അല്ലെങ്കിൽ കരോള് തടയുന്നു തുടങ്ങിയ വലിയ വാർത്തകൾ കേരളത്തിൽ പ്രചരിപ്പിക്കുക ഉണ്ടായിട്ടുള്ള ഒരു നടപടിയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അങ്ങ് പറഞ്ഞ ഈ നല്ലേപ്പള്ളിയിലെ സംഭവം ഒരു ലഘുവായ ലളിതമായ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയ വിഷയമാണ്. അത് കയ്യിൽ നിൽക്കാത്ത വണ്ണം വളർന്ന് അത് വഷളായി. പക്ഷേ തത്തമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പുൽക്കൂട് തകർത്തതായി പറയപ്പെടുന്നു. അതിലെ പ്രതികളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ തലയ്ക്ക് ആ കുറ്റവും ചാർത്തപ്പെട്ടിരിക്കുകയാണ്. അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? എന്തെങ്കിലും സത്യമുണ്ടോ? ഈ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറയുന്ന ഒരു അടിസ്ഥാന പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണത്. ഈ താങ്കൾ സൂചിപ്പിച്ച ആ സ്ഥലത്തുണ്ടായ ആ അനിഷ്ട സംഭവത്തിനെ പറ്റി കൃത്യമായ അന്വേഷണം നടത്തണമെന്നും CCTVയുടെ പരിശോധന നടത്തണമെന്നും അല്ലെ പോലീസ് നായ ഉൾപ്പെടെ തെളിവുകൾ ശേഖരണത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നും ഞങ്ങൾ ആ ദിവസം തന്നെ കൃത്യമായ രീതിയിൽ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പക്ഷെ നാളിതുവരെയായിട്ടും അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം കേരള പോലീസ് നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അപ്രകാരം കൃത്യമായി ശാസ്ത്രീയമായ ഒരു അന്വേഷണം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടും. അപ്രകാരം പിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ താങ്കൾ സൂചിപ്പിച്ച ആദ്യ സ്കൂളിൽ നടന്ന സംഭവത്തിനേക്കാൾ ഗുരുതരമായ ഒരു പ്രശ്നമായിട്ട് ഈ രണ്ടാമത്തെ സംഭവം മാറുമെന്ന് മനസ്സിലാക്കിയ പോലീസും കേരളത്തിലെ ഇടതു വലതു മുന്നണികളും അവരുടെ യുവജന വിഭാഗവും ഒക്കെ തന്നെ ഒത്തുകളിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ രണ്ടാമത്തെ സംഭവത്തിനെ പറ്റി അന്വേഷണം നടത്താതിരിക്കുന്നത്. ശാസ്ത്രീയമായ രീതിയിലുള്ള പരിശോധന നടത്തണമെന്ന് തന്നെയാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ കൃത്യമായ നയവും. തീർച്ചയായിട്ടും അങ്ങയുടെ നിലപാട് വ്യക്തമാക്കി. അങ്ങയുടെ സംഘടനയുടെ നിലപാടും അതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. കുറ്റവാളികൾ ആരാണെങ്കിലും അവർ പിടിക്കപ്പെടണം, ശിക്ഷിക്കപ്പെടണം. തീർച്ചയായിട്ടും വിശ്വഹിന്ദു പരിഷത്തിന് അക്കാര്യത്തിൽ യാതൊരു മനസ്സറിവും ഇല്ല എന്ന് അങ്ങയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ
നമ്മളിപ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ പല സ്ഥലത്തും പല കാലത്തും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഉണ്ട് പല നമ്മുടെ കേരളത്തിൽ തന്നെ നിരവധി സംഭവങ്ങളുണ്ട്. ഉണ്ട് ഉണ്ട് അതൊന്നും ഇത്ര ചർച്ചയാകപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ വിഷയം വലിയ തോതിൽ ചർച്ചയായി. ഇതിൽ മാധ്യമങ്ങൾക്ക് ഒരു വലിയ പങ്കുണ്ട്. അങ്ങ് അല്ലെങ്കിൽ അങ്ങയുടെ സംഘടന ഈ അത്തരത്തിലൊരു ഗൂഢാലോചന വിശ്വഹിന്ദു പരിഷത്തിനെതിരായിട്ട്, സംഘപരിവാറിനെതിരായിട്ട്, BJPയുടെ രാഷ്ട്രീയമായ ഒരു മുന്നേറ്റത്തിനെതിരായിട്ട് ഒക്കെ അത്തരത്തിലൊരു ഗൂഢാലോചന നടക്കുന്നതായിട്ട് സംശയിക്കുന്നുണ്ടോ മാധ്യമങ്ങൾ ഉൾപ്പെടെ? തീർച്ചയായിട്ടും താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഒരു ചെറിയ സംഭവം സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ വിശ്വഹിന്ദുയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പർവ്വതീകരിക്കുകയും ബാക്കി യൂത്ത് കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, DYFI ആയിക്കൊള്ളട്ടെ, ഇവരൊക്കെ എന്ത് കാട്ടിക്കൂട്ടിയാലും അതിനെപ്പറ്റി കേരളത്തിലെ മാധ്യമങ്ങൾ സംസാരിക്കുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല, പോലീസിന്റെ അന്വേഷണം ഉണ്ടാകുന്നില്ല. ഞാൻ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ മാത്രം താങ്കളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത ഗണപതി ഹോമത്തിന്റെ പ്രശ്നം അത് ഞാൻ പറയുന്നില്ല, കാരണം അത് പൊതുസമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു. മലപ്പുറത്തെ ഒരു സ്കൂളിലുണ്ടായ ഗണപതി ഹോമവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ 2018 ഡിസംബർ മാസം 20 കോട്ടയം ജില്ലയിലെ പാത്താമുട്ടം എന്ന് പറയുന്ന സ്ഥലത്തെ സെന്റ് പോൾസ് ആംഗ്ലിക്കൻ ചർച്ചിൽ ഇതേപോലെ തന്നെ ആ ക്രിസ്മസ് കാലത്ത് ഒരു കരോൾ നടക്കുകയുണ്ടായി. ആ കരോളിനെ ആക്രമിച്ചതാരാണ്? ആ കരോളിൽ പങ്കെടുത്തവരെ പൂട്ടിയിട്ടതാരാണ്? അത് ഈ കേരളം ഭരിക്കുന്ന CPMന്റെ യുവജന വിഭാഗമായ DYFIയുടെ പ്രവർത്തകരാണ്. എന്തേ കേരള സമൂഹം അക്കാര്യത്തിനെ പറ്റി അന്ന് ചർച്ച ചെയ്തില്ല? എന്തുകൊണ്ട് 9 മണിക്കും 8:30 മണിക്കും ഒക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ ആ വിഷയങ്ങൾ ചർച്ച ചെയ്തില്ല? ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. 2014 മെയ് മാസം 16 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകര് ഇടുക്കി ബിഷപ്പ് ഹൗസിലേക്ക് ബോംബെറിഞ്ഞു. അതും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഈ നിസ്സാര സംഭവം ഈ കുട്ടികളോടും അധ്യാപകരോടും ഒരു തമാശ ചോദിച്ചതിന്റെ പേരിൽ കേരളത്തിലെ വ്യാപകമായ ചർച്ചയുണ്ടാകുന്നു. ബോംബെറിഞ്ഞതിന് പ്രശ്നമില്ല. യൂത്ത് കോൺഗ്രസ്സുകാര് ഇടുക്കി ബിഷപ്പ് ഹൗസിലേക്ക് ബോംബെറിഞ്ഞത് പ്രശ്നമല്ല. 2018 ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് കരോൾ ആക്രമിച്ച് അതിൽ പങ്കെടുത്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ആക്രമിക്കുകയും അവരെ തടഞ്ഞു വെക്കുകയും ചെയ്ത് കേരള സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നില്ല. ഈ ഒരു നിസ്സാരമായ ചോദ്യം ചോദിച്ചത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും വിശ്വഹിന്ദു പരിഷത്തിനെയും താറടിച്ചു കാണിക്കാനും എന്തൊക്കെയോ കേരളത്തിലും ഇത്തരത്തിലുള്ള വലിയ പ്രശ്നമുണ്ട്. നമുക്കറിയാമല്ലോ, ഉത്തരേന്ത്യയിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളെ പോലും പർവ്വതീകരിക്കുകയും കേരളത്തിൽ ഉണ്ടാകുന്ന എന്ന് വെച്ചാൽ ഹിന്ദു നേരിടുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ അതിനെ മറക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നത്. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പൊ TV ചർച്ചകളിലൊക്കെ വന്നിരിക്കുന്ന റിജിൽ മാക്കുറ്റി എന്ന് പറയുന്ന വ്യക്തി 2017 മെയ് മാസത്തില് ഒരു പൊതു സ്ഥലത്ത് വെച്ച് ഒരു പശുക്കിടാവിനെ അറുത്ത സംഭവം നമുക്കറിയാം. കൃത്യമായിട്ടാണ് പൊതുസമൂഹം. കേരള പോലീസ് എന്ത് ചെയ്തു? കേരള പോലീസ് 120A പ്രകാരം ഒരു പെറ്റി കേസ് എടുത്തു എന്ന് മാത്രമാണ് ചെയ്തത് അക്കാലത്ത് അദ്ദേഹത്തിനെതിരെ. എന്തിനു വേണ്ടിയാണ് റിജിൽ മാക്കുറ്റി ചെയ്തത്? കേന്ദ്ര ഗവൺമെന്റ് ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട എന്തോ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് റിജിൽ മാക്കുറ്റി ഇത് ചെയ്തത്. റിജിൽ മാക്കുറ്റിക്ക് എന്ത് ചെയ്യാം? യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എന്ത് ചെയ്യാം? DYFIക്കാർക്ക് എന്ത് ചെയ്യാം? വളരെ നിസ്സാരമായ ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ ഇന്ന് വിശ്വഹിന്ദു പരിഷത്തിന്റെ 3 പ്രവർത്തകര് ഈ ജയിലിൽ കിടക്കുകയാണ്, ജാമ്യം കിട്ടാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ ഇതിനേക്കാൾ ഗുരുതരമാണ്. ബോംബെറിഞ്ഞ സംഭവം, സ്ത്രീകളെ ആക്രമിച്ചത് ഗുരുതരമായ സംഭവമാണ്. പശുക്കിടാവിനെ പൊതുസ്ഥലത്തിൽ വെട്ടി മുറിച്ചത് അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നമാണ്. ഈ കാര്യങ്ങളെ പറ്റി ഒന്നും ഈ പ്രതികളെയൊക്കെ അക്കാലത്ത് വളരെ നിസ്സാരമായ കേസുകൾ ചുമത്തി അവരെ വിട്ടയക്കുകയാണ് ചെയ്തത്. ഇതാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന ഇരട്ടത്താപ്പ്. ഒരു ഉദാഹരണം കൂടെ ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നമുക്കറിയാം, മോട്ടോർ വാഹന നിയമപ്രകാരം ഒരു വാഹനത്തിന്റെ രൂപമാറ്റം വരുത്താൻ പാടില്ല എന്നുള്ളത് വളരെ സെറ്റിൽഡ് ആയ ഒരു പൊസിഷൻ തന്നെയാണ്. ശബരിമല ക്ഷേത്രത്തിലേക്ക് ഒരു 4 or 5 അയ്യപ്പ ഭക്തന്മാർ, സാധാരണക്കാരായ 4 അയ്യപ്പ ഭക്തന്മാർ ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തു. റാന്നിക്കടുത്ത് ലാഹ എന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ഈ ഓട്ടോറിക്ഷ ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട്. ശബരിമല യാത്രയുടെ ഭാഗമായി ചെറിയൊരു അലങ്കാര പണികളൊക്കെ അതിൽ ചെയ്തു എന്നുള്ള കാരണത്താൽ മോട്ടോർ വെഹിക്കിളിലെ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു? നടു റോഡിൽ ഈ വാഹനം തടഞ്ഞു നിർത്തി ആ ശബരിമല അമ്പലത്തിന്റെ 18-ാം പടിയുടെ ഒക്കെ ഉൾപ്പെടെ രൂപങ്ങൾ റോഡിലേക്ക് അഴിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞതിനു ശേഷം ആ ഓട്ടോ യാത്രക്കാർക്ക് 5000 രൂപ പെറ്റി അടിച്ചു. അതൊരു നിയമം, അതൊരു നയം. അതേ ദിവസം തന്നെ അതിന്റെ 2 ദിവസം കഴിഞ്ഞ് പാലയിലുള്ള ചെറിയ പള്ളി, ആ ചെറിയ പള്ളിയിൽ എല്ലാ വർഷവും ഒരു ക്രിസ്മസ് കാലത്ത് ഒരു ഫാൻസി ഡ്രസ് മത്സരമുണ്ട്. വാഹനങ്ങൾ അലങ്കരിച്ചുകൊണ്ടാണ് ആ ഫാൻസി ഡ്രസ് നടത്തുന്നത്.
അപ്രകാരം നമുക്കറിയാം, ഇന്ന് റീൽസ് ആയിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ബാലസാഹിത്യത്തിൽ ബാലരമയിലൊക്കെ ഉള്ള കുട്ടൂസന്, ഡാഗിനി തുടങ്ങിയ കഥാപാത്രങ്ങളെ ഇത്തരത്തില് വാഹനങ്ങളുടെ രൂപഭേദം വരുത്തിക്കൊണ്ട് അതിനകത്തിരുത്തിക്കൊണ്ട് യാത്ര ചെയ്ത് നിരവധി ആൾക്കാർ പങ്കെടുത്ത മത്സരം. സമ്മാനം കിട്ടിയത് ആർക്കാണ്? സമ്മാനം കൊടുത്തത് ആരാണ്? ഇതെന്താ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കണ്ടില്ലേ? അവരെ ആരും ഫൈൻ അടിച്ചതായിട്ട് കണ്ടില്ലല്ലോ. ഇതാണ് കേരള സമൂഹത്തിലെ ഹിന്ദുവിനൊരു നിയമം, ബാക്കി മതസ്ഥർക്ക് മറ്റൊരു നിയമം. ഇതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അപ്രകാരമുള്ള സ്വാഭാവികമായ ഒരു ചോദ്യം ചെയ്യൽ മാത്രമായിരുന്നു പാലക്കാട് സ്കൂളിൽ നടന്നത്. അല്ലാതെ കൂടുതൽ ഗുരുതരമായ ആക്രമണം ഉണ്ടായിട്ടില്ല, അടിപിടി ഉണ്ടായിട്ടില്ല, ആരെയും തടഞ്ഞിട്ടില്ല, അപമാനിച്ചിട്ടില്ല, മതസ്പർദ്ധ വരുത്തത്തക്ക രീതിയിൽ ഒരു സംസാരവും ഉണ്ടായില്ല. ഈ ഇരട്ടത്താപ്പാണ് കേരളത്തിലെ പ്രശ്നം. അതെ, തീർച്ചയായിട്ടും. എന്തായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് വിശ്വന്തു പരിഷത്തിൻ്റെ നിലപാടും ഈ വിഷയത്തിലുള്ള യാഥാർത്ഥ്യവും നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവച്ചതിൽ വളരെ നന്ദി. ഈ ഇരട്ടത്താപ്പ് ഇനിയും തുറന്നു കാണിക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ. എന്തായാലും നീതിപീഠത്തിൽ നിന്ന് ഉചിതമായ ഒരു വിധി ഈ കാര്യത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചർച്ചയിൽ വിളിച്ചതിന് വളരെ സന്തോഷം.